ഒരു കമന്റ് നിങ്ങളല്ലേ ഫസ്റ്റ് കടന്നു കൊടുത്തതെന്ന്. ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ആ വാക്കുകൾ ഞാൻ പറയുന്നില്ല കിടന്നു കൊടുത്തിട്ടാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു രീതിയിലാണ് അഖിൽ മാരാർ പറഞ്ഞത്. അഖിൽ മാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ബാധിക്കണമെങ്കിൽ അഖിൽ മാരാർ അതിനെതിരെ കംപ്ലൈന്റ് ആയിട്ട് മൂവ് ചെയ്യണം. ഞാൻ പറയണേ, സിബിന്റെ വായൊന്നും അഖിലാവേണ്ട കാര്യമൊന്നുമില്ല. പല വിഷയങ്ങളിലും ചെന്നുപെട്ട് എനിക്ക് അവസാനം നല്ല രീതിയിൽ ഉണ്ടാക്കി കിട്ടിയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. തെറ്റ് ചെയ്തു എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇത്രയും ബോൾഡായിട്ട് നിന്ന് വലിയ രീതിയിൽ നിന്ന് അടിക്കുന്ന അഖിൽ മാരാറിന് എന്തുകൊണ്ട് അവരെ പേര് പറഞ്ഞുകൂടാ? ചാനലിനോ എൻ്റെ മോളിനോ ഒരു തെരുമ്പ് പോലും അത് ബാധിച്ചിട്ടില്ല. ഇന്ന് എൻ്റെ കൂടെ കത്തിവെക്കാനുള്ളത് ദിയാസന. താങ്ക് യു. നമസ്കാരം. നമസ്കാരം. സുഖായിരിക്കുന്നോ? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. നീ സുഖമായിട്ടിരിക്കുന്നോ? സുഖായിരിക്കും. കുറെ ആയില്ലേ മോളെ കണ്ടിട്ട്? കുറേയായി കണ്ടിട്ട്. ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നു. അടിപൊളി അടിപൊളി. പുതിയ പുതിയ വിശേഷങ്ങൾ എന്താ? പുതിയ പുതിയ വിശേഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പ്രൊജക്റ്റ് തമിഴ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 2 ഷെഡ്യൂൾ കഴിഞ്ഞ് ഇങ്ങനെ ബ്രേക്കിലാണ്. അതിൽ ഞാൻ അസോസിയേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കിഷോർ കുമാർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഡയറക്ടറിൻ്റെ ഒരു പടം. പിന്നെ വേറൊരു പടവും തമിഴിൽ തന്നെ ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അതും ഇങ്ങനെ കുറച്ച് ഗ്യാപ്പിലാണ്. അപ്പം നമ്മളെ പടം തുടങ്ങാനുള്ള പരിപാടി അങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ ഇവന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഇപ്പോൾ ബിഗ് ബോസിന്റെ ഒരു ചർച്ചയിൽ വന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വൻ ചർച്ചകളായിരുന്നു ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട്, അഖിൽ മാരാറുടെ ഇഷ്യൂ. ചേച്ചി അതിനകത്ത് വൻ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാളായിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഒരുപാട് പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു ആ ഒരു വിയോജിപ്പിന്റെ കാരണം? അഖിൽ മാരാർ പറഞ്ഞ എല്ലാ വിഷയങ്ങളെയും വിയോജിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ്, ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകളെ കോട്ട് ചെയ്ത് പറഞ്ഞത്. അത് എല്ലാ സ്ത്രീകളെന്നോ ആദ്യം പറഞ്ഞിട്ടില്ലല്ലോ. അത് എല്ലാ സ്ത്രീകളെന്നോ ചില സ്ത്രീകളെന്നോ വാട്ടെവർ ഇറ്റ് ആയിക്കോട്ടെ. ആദ്യം അഖിൽ മാരാറിന്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. ആ വാക്കുകൾ ഞാൻ പറയുന്നില്ല കിടന്നു കൊടുത്തിട്ടാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ളൊരു രീതിയിലാണ് അഖിൽ മാരാർ പറഞ്ഞത്. അഖിൽ മാരാർ അതൊരു ഒഴുക്കം മറ്റുള്ളൊരു സാധനമായിട്ടാണ് അതിനെ കൊണ്ടുപോയത് ആ സംഭവത്തെ. പക്ഷെ അത് ഒരു ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാക്കിക്കൂടെ? എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെ പോകണമെന്നില്ല. എങ്ങനെ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കണമെന്നാണ്? ബാധിക്കപ്പെട്ടു. ഞാൻ റെസ്പോണ്ട് ചെയ്തതിന്റെ പേരിൽ ബാധിക്കപ്പെട്ടു. സീസൺ 1 ബാധിക്കപ്പെട്ടു. ഞാൻ പ്രതികരിച്ചു. ഞാൻ പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ് ആദ്യം ഇട്ടു. അഖിൽ പറഞ്ഞ സ്ത്രീകളെ പരാമർശിച്ചു കൊണ്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടതിന്റെ അടിയിൽ മുഴുവനും നോക്കൂ. കമന്റ് ഞാൻ ഇപ്പൊ എടുത്ത് കാണിച്ചു തരാം. എനിക്കത് ഫീൽ ആയപ്പോഴത്തേക്ക് ഞാൻ ഇട്ടതാണ്. അതിന്റെ അടിയിൽ കിടക്കുന്ന കമന്റ് നിങ്ങൾ കണ്ടു നോക്ക്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അതിന്റെ അടിയിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇളകിയെന്ന് മനസ്സിലായി. ഇപ്പൊ എനിക്ക് മനസ്സിലായി ആരാണ് കിടന്നു കൊടുത്തതെന്ന്. പച്ചയ്ക്ക് എന്നെ ഡയറക്റ്റ് ഇതാക്കിയിട്ടുണ്ട്. അതായത് ഞാൻ പ്രതികരിച്ചു എന്നുള്ളതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പാട്ട് പോലും അല്ലായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കേട്ടപ്പോൾ പിന്നെ പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യം കൂടെ പറഞ്ഞുതരാം. ഞാനിത് കേട്ടപ്പോൾ എനിക്കത് ഫീലായി. ഫസ്റ്റില് ഞാൻ അഖിലിനെ വിളിച്ച് പറയാ ചെയ്യുന്നത്, അഖിലെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതായത് ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ട് കാരണം അഖിൽ പറഞ്ഞല്ലോ ഓൾറെഡി പബ്ലിക്കിൽ. അപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്യണമല്ലോ. ഈ സ്റ്റേറ്റ്മെന്റ് ഇട്ടതിന് ശേഷം ഞാൻ അഖിലിനെ വിളിച്ച് പറഞ്ഞു, അഖിലെ ഇത് ശരിയല്ല അളിയ, നീ ചെയ്തിരിക്കുന്നതിൽ തെറ്റുണ്ട്, നീ അതുകൊണ്ടിട്ട് ഈ സാധനത്തിന് തിരുത്തണം, ഈ സംഭവം നീ തിരുത്തിയേ പറ്റത്തുള്ളൂ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത് ഞാൻ എന്തരാണ് പറഞ്ഞെന്നുള്ളത്. ഞാൻ പറഞ്ഞ അഖിൽ പറയേണ്ട ആ സാധനം അല്ല. അങ്ങനെ ഒരു വിഷയം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ എന്നാ ഞാൻ ചോദിക്കണേ. കാരണം ആ അഖില് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഈ ഒരു വിഷയം മുങ്ങിപ്പോവല്ലേ ചെയ്യുന്നത്? അല്ല, ഒറ്റ മിനിറ്റ്. ഞാൻ സത്യസന്ധമായി പറയുന്നു. എൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ പോസ്റ്റിൻ്റെ അടിയിലത്തെ കമൻറ്റുകളാണ്. ഇതിൻ്റെ അകത്തെ ഏറ്റവും കൂടുതൽ കമൻറ്റുകളും വന്നിരിക്കുന്നത് നീയല്ലേ, നീ റെസ്പോണ്ട് ചെയ്യുന്നത് തന്നെ നീ ആയതുകൊണ്ടല്ലേ, നിനക്ക് കൊണ്ടതുകൊണ്ടല്ലേ, അപ്പം പിന്നെ ഇപ്പം നമുക്ക് മനസ്സിലായി അഖിലേട്ടൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അഖിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ എതിർത്തതിൻ്റെ പേരിലാണ്. അതുവരെ എനിക്ക് വന്നില്ല. എതിർത്തതിൻ്റെ പേരിൽ വന്നു. അത് ഒന്നും എതിർക്കാത്ത എത്ര കണ്ടസ്റ്റൻസ്, 10-22ഓളം കണ്ടസ്റ്റൻസുകൾ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് പല സീസണുകളിൽ. അവരെയൊക്കെ ബാധിച്ചു എന്ന് പറഞ്ഞു. സീസൺ 1 പ്രമുഖയായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ, വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ്, നിങ്ങളല്ലേ ഫസ്റ്റ് കടന്നു കൊടുത്തതെന്ന്. ഞാൻ പച്ചയ്ക്ക് പറയാം, എനിക്കൊരു പ്രശ്നമില്ല.
ആദ്യമേ ഒക്കെ ഇപ്പൊ അഖിൽമാരാർ അങ്ങനെ ഒരു വിഷയം പറഞ്ഞതിന്റെ പിന്നാലെ കുറച്ച് പെൺകുട്ടികൾ അങ്ങനെ അവർക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 2-3 പെൺകുട്ടികളൊക്കെ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അതിനെതിരെ എന്നല്ല, സപ്പോർട്ട് ചെയ്തിട്ട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂവിൽ അങ്ങനെ ഒരു കാര്യം അവർക്ക് നേരിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അഖിൽമാരാർ അത്രയും ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് പിന്നാലെ ഓക്കെ സപ്പോർട്ട് ഉണ്ട്, കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതിന്റെ ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് അങ്ങനെ ആളുകൾ പറഞ്ഞത്. അപ്പൊ അതൊരു നല്ലൊരു കാര്യമായിട്ടല്ലേ തോന്നുന്നത്? ചിത്ര, ഒന്ന് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് എനിക്കാണ് ഫീൽ ചെയ്തത്. എന്റെ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യം പറയാം. ഒന്ന് ഞാൻ പറയാം, ഇനി ഞാൻ ഒരിക്കലും അതിനെ എതിർക്കൂല. ആ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ വന്ന് പറയാൻ സന്നദ്ധരായ സമയത്ത് അവർ വിത്ത് പ്രൂഫ് ഉൾപ്പെടെ അവർ ചെയ്യേണ്ടത് കംപ്ലൈന്റ് കൊടുക്കുകയാണ്. ഞാൻ പറയുന്ന ആ കുട്ടികൾക്കൊപ്പം ഞാൻ നിൽക്കും. ഞാൻ പറയുന്നത് ഈ സോഷ്യൽ മീഡിയ ബുള്ളിങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന് നിന്ന് നമ്മൾ സംസാരിക്കില്ല. നമ്മൾ വിക്റ്റിമാണോ, നമ്മൾ അനുഭവസ്ഥരാണോ, അതിനിവിടെ ഒരു നിയമവശമുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാതെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഈ കഥ പറഞ്ഞത് കൊണ്ടിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ആളുകളടുത്ത് പറയാമെന്നല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കാമെന്നുള്ളതല്ലാതെ ഇതിനൊക്കെ എതിരെ കൃത്യമായി പ്രതികരിക്കണം. അങ്ങനെ ആ കുട്ടികൾക്ക് സംഭവിച്ചെങ്കിൽ. പക്ഷേ ഞാൻ എന്തുകൊണ്ട് ആ വിഷയത്തിന്മേൽ പിടിക്കാതെ എൻ്റെ വിഷയം പിടിച്ചതെന്ന് വെച്ചാൽ ഞാൻ ബാധിക്കപ്പെട്ടതാണ്. ഞാൻ ബാധിക്കപ്പെട്ട ആളായത് കൊണ്ടിട്ട് എൻ്റെ ഫീലിങ്സ് കഴിഞ്ഞിട്ടേ എനിക്ക് മറ്റൊരാളുടെ ഫീലിങ്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാനത് ഒരിക്കലും ആ സ്ത്രീകളെ ഇതാക്കി പറഞ്ഞല്ല. ഞാൻ ലൈവ് ഇട്ടപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞതാണ്, അങ്ങനെയൊക്കെ സ്ത്രീകൾ വന്ന് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ അത് പ്രൂവ് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ. കാരണം എനിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. അതിന് ഞാൻ എങ്ങനെ ഇതാക്കുന്നത്? ഒരു സ്ത്രീ വന്ന് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ആയി കിടക്കുകയാണ്. ഓൾറെഡി ഞാൻ ബാധിക്കപ്പെട്ട് കഴിഞ്ഞു. അഖിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കാരണം ബാധിക്കപ്പെട്ട് കഴിഞ്ഞ് ഞാൻ വേറൊരു മാനസികാവസ്ഥയിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആ ബുള്ളിങ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ കുട്ടികളുടെ എൻട്രി വരുന്നത്. അപ്പൊ ആ എൻട്രി അല്ല എൻ്റെ ഇമ്പോർട്ടൻറ്റ്, എൻ്റെ അവസ്ഥ ഇമ്പോർട്ടൻറ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ ഞാൻ സംസാരിക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ വളരെ സ്നേഹത്തിൽ ഞാൻ അവൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു. അപ്പൊ അവൻ വന്നിട്ട് തിരുത്തി അതിനെ. ഇപ്പം അത് വന്ന് തിരുത്തിയ സമയത്ത് അവൻ പറഞ്ഞു വെച്ചാല് ചില എന്നാക്കി അവൻ. അപ്പൊ ചില എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നമുണ്ട്, അവിടെ ബാധിക്കപ്പെട്ടവർ രംഗത്ത് വരട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ ഇതേപോലെ ഒരു സാധനം കഴിഞ്ഞ പ്രാവശ്യം ഒരു പോസ്റ്റായിട്ട് ഇട്ടപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ ഒരു കഥ പറഞ്ഞിട്ടാണ് ഞാൻ പോസ്റ്റായിട്ട് ഇട്ടത്. അത് വെച്ച് പോസ്റ്റ് ഇട്ടതിന് ശേഷം അയാൾ വിളിച്ചിട്ട് പറയുന്നത്, അയ്യോ ഞാൻ അങ്ങനല്ല, എനിക്ക് അയാളുടെ അടുത്തുള്ള ഒരു പ്രശ്നം കാരണമാണ് ചേച്ചി ഞാൻ അങ്ങനെ പറഞ്ഞത്, എൻ്റെ വിഷയത്തിലാണ് ചേച്ചി പോസ്റ്റ് ഇട്ടെങ്കിൽ ആ പോസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യണേന്ന്. ആരായി ഞാൻ? അതായത് ഇതിനകത്തൊരു വസ്തുതയില്ല, ഇതിനകത്തൊരു സത്യമില്ല, ഒന്നുമില്ല. അപ്പൊ പ്രൂഫ് ഇല്ലാതെ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ ഇതൊരു വലിയ വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റാ. ബാധിക്കപ്പെട്ട് കഴിഞ്ഞു, സത്യമായിട്ടും ചിത്ര, അത് ബാധിക്കപ്പെട്ടു, പലർക്കും ബാധിക്കപ്പെട്ടു. അപ്പോ ഈ ബിഗ് ബോസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം എനിക്ക് അനുഭവം ഇല്ല കേട്ടാ, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയുള്ള അനുഭവമുള്ള പെൺകുട്ടികൾ മുന്നോട്ട് വരുമ്പോൾ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളത് ആളുകളുടെ ശ്രദ്ധയിലേക്ക് പെടുമ്പോൾ അതിനുള്ള കൂടുതൽ എന്താ പറയാ, ഇപ്പം ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അവരുടെ ആ കമ്പനിയുടെ ഭാഗത്തുനിന്നോ ഒരു എന്താ പറയാ, ഒരു കേസോ കാര്യങ്ങളോ ഒന്നും അഖിൽമാരാർക്ക് എതിരെ പോവാത്തത് എന്തുകൊണ്ടായിരിക്കും? അവരെ ബാധിക്കുന്നേ ഇല്ല. അവരെ അഖിൽമാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളൊന്നും ബാധിക്കുന്നില്ല. അഖിൽമാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ബാധിക്കണമെങ്കിൽ അഖിൽമാരാർ അതിനെതിരെ കംപ്ലൈന്റ് ആയിട്ട് മൂവ് ചെയ്യണം. അതിനെതിരെ പ്രൂഫായിട്ട് പോലീസ് കേസ് കൊടുക്കുന്ന സമയത്ത് അവർക്കത് ബാധിക്കും. അല്ലാതെ പെൺകുട്ടികൾക്ക് നേരെ നടന്ന സംഭവം അഖിൽമാരാർ എങ്ങനെയാണ് ഒരു കേസായിട്ട് മൂവ് ചെയ്യാ? കുറെ പെണ്ണുങ്ങൾക്കും, അതായത് കുറെ പെൺകുട്ടികൾക്കെതിരെ നടന്ന ഒരു കാര്യത്തിന് അഖിൽമാരാർ എങ്ങനെയാണ് ഒരു കേസായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു മൂവ് ചെയ്യുക? അത് ആ പെൺകുട്ടികളല്ലേ നടത്തുന്നത്? അല്ല, അത് പെൺകുട്ടികളാണ് നടത്തുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷെ അഖിൽമാരാർ സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചല്ലോ. അപ്പൊ അഖിൽമാരാറിന്റെ കൂടെ ഉത്തരവാദിത്തമാണ് അത് എന്നുള്ളത്. അഖിൽമാരാർ പോയി കേസ് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, അയാളുടെ കൂടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ചാനലിനോ എന്റെ മോളിനോ ഒരു തെരുമ്പ് പോലും അത് ബാധിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ റീച്ച് എന്താണെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് ഈ പറഞ്ഞതൊക്കെയും ചിലപ്പോൾ റീച്ച് ആയിരിക്കും, അതിലപ്പുറത്തേക്ക് അവർക്കൊന്നും ബാധിച്ചിട്ടേ ഇല്ല. അതിനകത്തുള്ള രണ്ട് പേരെ കുറിച്ചിട്ടാണ് അഖിൽമാരാര് പറയുന്നതൊക്കെ. അപ്പോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് വെളിപ്പെടുത്താത്തത്? അതൊരു പേടിച്ചിട്ടാണോ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേച്ചിയുടെ വ്യൂ? തീർച്ചയായിട്ടും പേടിച്ചിട്ടാണ്. ഞാൻ പറയണത് പേര് പറയണമെന്നാ. തെറ്റ് ചെയ്തു എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഇത്രയും ബോൾഡായിട്ട് നിന്ന് വലിയ രീതിയിൽ വന്ന് നിന്ന് അടിക്കുന്ന അഖിൽമാരാറിന് എന്തുകൊണ്ട് അവരെ പേര് പറഞ്ഞുകൂടാ?
എന്തുകൊണ്ട് പേര് പറഞ്ഞോട്ടെ? എന്താ ഞാൻ പറയണതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇനി ചിലപ്പോൾ എൻ്റെ ഇതിൻ്റെ അടിയിൽ വന്ന് ചേർത്തെറിയൊക്കെ വിളിക്കും. എനിക്കതിലൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്രയും ബോൾഡായിട്ട് ഇത്രയും സ്ട്രോങ് ആയിട്ട് വന്നിന്ന് കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ അടിച്ച് വെക്കുകയാണ് ഇങ്ങനെ. എന്തുകൊണ്ട് പേര് പറഞ്ഞൂടാ? അറ്റ്ലീസ്റ്റ് അവരെങ്കിലും പേര് പറയണ്ടേ? വിക്ടിമൈസ്ഡിൻ്റെ പേര് പറയണ്ട എന്നുള്ളത് ശരി. അങ്ങനെ അവൻ പറയുമ്പോൾ അത് ബാധിക്കപ്പെട്ട് കഴിഞ്ഞു, നമുക്ക് അത് വേറെ കാര്യം. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഒരാൾ കൊലപാതകിയാണ് കണ്ട് നമ്മൾ ഇവനാണ് കുത്തി കൊന്നത്, ഇവൻ്റെ പേരിതാണ്, നമ്മൾ പറയില്ലേ അത്? അല്ലേ? അല്ലാതെ അയാളെ മറച്ചു വയ്ക്കുമോ നമ്മൾ? ഉറപ്പായിട്ടും നമ്മളത് പറയും. അതങ്ങനെയാ. അപ്പം ആ പുള്ളി അത് പറയണം. ഞാനിപ്പോഴും അഖിൽ പറയുക ഇല്ലെന്നുണ്ടെങ്കിൽ, കാരണം അതിൻ്റെ അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറയുമ്പോഴത്തേക്കും അതിനകത്ത് വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കംപ്ലൈൻറ്റ് കൊടുക്കുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അത്തരത്തിലൊരു കോൺട്രവേഴ്സിയും പ്രശ്നങ്ങളും പോണ്ടാന്ന് കരുതിയിട്ട് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ മേ ബി അഖിൽ അത് ഉദ്ദേശിച്ചത് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റുകൾ പറയുന്നത് ഒരു കോൺട്രവേഴ്സിക്ക് വേണ്ടി തന്നെ ആയിരിക്കും. ഞാൻ പറയണേ, സിബിൻ്റെ വായൊന്നും അഖിലാവേണ്ട കാര്യമൊന്നുമില്ല. സിബിനറിയാം സംസാരിക്കാൻ. സിബിന് സംസാരിക്കാൻ നല്ലോണം അറിയുന്ന ഒരുത്തൻ തന്നെയാണ്. അത് ഞാൻ ഈ അടുത്ത സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. സിബിന് നന്നായിട്ട് സംസാരിക്കാൻ അറിയാമെന്നുള്ളത്. ബിഗ് ബോസ് ഹൗസിലെ കാര്യം മാത്രമല്ല, പുറത്തും സിബിൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നന്നായിട്ട് സംസാരിക്കും. എന്തിനാണ് സിബിൻ്റെ വായ അഖിലാവണത്? അഖിൽ പറയണത് സിബിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി, അപ്പോൾ അത് കാണാതെ നിൽക്കാൻ പറ്റാതെ അനീതിക്കെതിരെ പ്രതികരിക്കുക. വാട്ട്? ഈ സീസണുകൾ മുഴുവൻ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ കൊണ്ട് എല്ലാം നേടിയെടുത്തൊരു മനുഷ്യൻ അഖിൽ മാരാറെന്ന് ഞാൻ പറയും. അത്രമാത്രം അഖിൽ മാരാറിന് കിട്ടിയിട്ടുണ്ട് ആ റിയാലിറ്റി ഷോ കൊണ്ട്. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. ഞാൻ ഒരിക്കലും അഖിലിന് കഴിവില്ല എന്ന് ഞാൻ പറയത്തേ ഇല്ല. തീർച്ചയായിട്ടും അഖിലിന്റെ ഹാർഡ് വർക്കും എഫേർട്ടും തന്നെയാണ്. ഞാൻ പറയണത് അത് ഗ്രാറ്റിറ്റ്യൂഡാണ് അതിന് വേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അതിനകത്ത് വാട്ട് എവർ ഇട്ട് എല്ലായിടത്തും, ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലായിടത്തും വളരെ വലിയ രീതിയിലുള്ള പെർഫെക്ഷൻ ഉള്ള ഒരു സംവിധാനം ഒന്ന് പറഞ്ഞു തന്നെ. എന്തെങ്കിലും, അതായത് ഏറ്റവും നന്നായിട്ട്, അതായത് ഇത് ഭയങ്കര ബെസ്റ്റാണ്, ഇതിനകത്തൊരു കള്ളമില്ല, ഇതിനകത്തൊരു ചതിയില്ല, ഇത് ഭയങ്കര സ്ട്രെയിറ്റ് ആണ്, ഇത് ഭയങ്കര ഇതിന് ഒരു തെറ്റായ വ്യൂ ഇല്ലാത്തൊരു സംഭവമാണെന്ന് കാണിച്ചു തരുന്ന ഒരു സംഭവം എനിക്കൊന്ന് പറഞ്ഞു. ഒരു രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, സിനിമ, ഏതെങ്കിലും മേഖലകളിൽ, കോർപ്പറേറ്റ് ഇവന്റ് കമ്പനികൾ ഏതെങ്കിലും എടുത്ത് ഞാൻ പറയട്ടെ, ചില കാര്യങ്ങൾ ചിലതൊക്കെ സംഭവിക്കുമായിരിക്കും. ഈ പറഞ്ഞത് അഖിൽ വേറെ കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അത്തരം വിഷയങ്ങളിലൊക്കെ എനിക്കറിയത്തില്ല ചിലപ്പോൾ അതൊക്കെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞ സ്ത്രീ വിഷയത്തിലാണ് സംസാരിച്ചത്. മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളെ പറ്റി ഒന്നും ഞാൻ സംസാരിച്ചില്ല, എനിക്കറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന സാധനങ്ങളാണ്. ഇപ്പം ഈവൻ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന സംഭവം പോലും ഈ പറഞ്ഞ ഇൻഡസ്ട്രിക്കുള്ളിൽ ഇന്നും അന്നും എന്നും നടക്കുന്നുണ്ട്. അതിനെതിരെ നമ്മൾ എല്ലാവരും പ്രതികരിച്ചുകൊണ്ടിരിപ്പുണ്ട്. കൗച്ച് എന്ന് പറഞ്ഞ് വരുന്ന കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഇതിനകത്ത് കൊണ്ടുവന്നവരെ മിസ്യൂസ് ചെയ്ത് പീഡിപ്പിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ അതിനെ കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ള രീതിയിലേക്ക് കണക്ട് ചെയ്ത് വിടുന്നത്. അല്ലാതെ ഒരാളിൻ്റെ ഇഷ്ടപ്രകാരം മറ്റൊരാളിൻ്റെ അടുത്ത് എന്ത് ചെയ്യുന്നു അതൊന്നും നമ്മളുടെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. ഒരാളുടെ പ്രൈവസികൾ നമ്മളെ ബാധിക്കുന്നില്ല. ഈ അടുത്ത സമയത്തോടി എൻ്റെ 2-3 സുഹൃത്തുക്കളുടെ വിഷയങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പെടുത്താൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സ്വന്തം അതായത് നമ്മുടെ സമ്മതത്തോടു കൂടി ഒരു കാര്യം സംഭവിക്കുന്നത് തെറ്റില്ല എന്നാണ് പറയണത്. നമ്മുടെ സംഭവത്തിനോട് കൂടി, അതായത് എൻ്റെ കൺസേൺ, എനിക്ക് ഇഷ്ടം എന്ന രീതിയിൽ നമ്മളൊരു കാര്യം ചെയ്താൽ അത് പിന്നെ എങ്ങനെ തെറ്റാവും? അല്ല, ഇങ്ങനെ ഒരു ഷോയുടെ ഭാഗമാകുമ്പോ അവിടെ എന്താ ഷോയുടെ ഭാഗമാവുന്ന ഷോയ്ക്കകത്ത് ഇതുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പൊതു കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യം മീൻസ് പൊതു കാസ്റ്റിംഗ് കൗച്ച് എന്നല്ല, പൊതു ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാകുന്ന ആളുകൾ എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് അവരുടെ അവസ്ഥ, ഭയങ്കര ഗതികേടൊക്കെയാണ്. പക്ഷെ അത് അവരുടെ കൺസേൺഡോട് കൂടിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ആവർത്തിക്കപ്പെടരുത് എന്ന് തന്നെയാണ് എൻ്റെ ആവശ്യം. സത്യമായിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ശരിക്കും. കാരണം ഒരു അവസരത്തിന് വേണ്ടി ഗതികെട്ടൊക്കെ പോയി ഇതാക്കി കൊടുക്കുക, വഴങ്ങി കൊടുക്കുക, അതൊക്കെ ഭയങ്കര കഷ്ടപ്പെട്ട് ആ ബുദ്ധിമുട്ടൊക്കെ സഹിച്ച് ഇതാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ അതിനകത്ത് ഒരു ഒപ്പോസിഷൻ ഒരു ഇത് പറയും? അതിനകത്ത് എന്ത് പറയും? നമ്മൾ നാളെ ഒരു അഭിപ്രായം പറഞ്ഞാലേ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ നല്ല ഇതിലാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടില്ലേ? അതാണ് ഇവിടുത്തെ കാലഘട്ടം. ശരിക്കും ഒരു വിഷയത്തിനകത്ത് നമ്മൾ ഇൻവോൾവ് ആകുമ്പോൾ, എൻ്റെ പൊന്നു ചിത്ര, ഞാൻ എത്രയോ വിഷയങ്ങളിൽ ഇൻവോൾവ് ആയി
പല വിഷയങ്ങളിലും ചെന്നുപെട്ട് എനിക്ക് അവസാനം നല്ല രീതിയിൽ ഉണ്ടാക്കി കിട്ടിയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. സത്യമായിട്ട് ലാസ്റ്റ് ഈ പെണ്ണുങ്ങളെ വായിരിക്കുന്ന തന്നെ കിട്ടും. അതായത് ഗാർഹിക പീഡനം പോലുള്ള സാധനങ്ങൾ വരെ നടന്ന് ഭർത്താക്കന്മാർ പെണ്ണുങ്ങളെ എടുത്തിട്ട് അടിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ആ സ്ഥലത്ത് പോയി പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ പിറ്റേ ദിവസം എൻ്റെ ഭർത്താവിൻ്റെ കൈ പിടിക്കാൻ നീ ആരടിയെന്ന് വെച്ചിട്ട് എന്നെ തെറി വിളിച്ചിട്ടുണ്ട്. അത് വിളിച്ചു വരുത്തി തന്നെ ഇവളാ. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ എങ്ങനെ ഇടപെടും എന്നുള്ളതിനെ പറ്റി ഒന്ന് പറ. ചില സാഹചര്യങ്ങൾ പറഞ്ഞു, ചില സാഹചര്യങ്ങളെ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയിട്ട് ജീവിക്കുന്ന മനുഷ്യർ തന്നെയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊരു കൺസെന്റ് എന്ന് പറയുന്ന ഒരു സാധനം, അല്ലെങ്കിൽ അവരത് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർ ഇതാക്കുക എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ഇതാക്കും? എന്നിട്ട് ഇത് അവസരം കൊടുക്കാമെന്ന് പറഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവസരം കൊടുക്കാത്ത സാധനമുണ്ട്, അത് പീഡനത്തിൽ തന്നെ വിടുന്നത്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അത് പീഡനത്തിൽ തന്നെയാണ് വിടുന്നത് ശരിക്കും. അത് എന്തൊന്നും അത് കൺസെന്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവസരം കൊടുക്കാമെന്നുള്ളൊരു വാഗ്ദാനം ഇവിടെ കിടക്കുവാണല്ലോ. നമ്മളിവിടെ എന്താണ് ഇപ്പം ലവ് ഷെയർ ചെയ്യുന്ന മനുഷ്യരുണ്ട്, ജീവിതം ഷെയർ ചെയ്യുന്ന മനുഷ്യരുണ്ട്, ഇപ്പൊ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഇവിടെ. ഇപ്പോ ഇങ്ങനെ അവസരങ്ങൾ കിട്ടാനാണെങ്കിലും വഴങ്ങി കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ട്. എന്താ പറയാ, സ്വന്തം സമ്മതത്തില് എന്താ പറയാ വഴങ്ങി കൊടുത്തിട്ട് തന്നെ അതിന്റെ പേരിൽ പിന്നീട് ഒരു പ്രശ്നമായിട്ട് വരുന്ന ആളുകളും ഉണ്ടല്ലോ. ഇതെന്താ വെച്ചാൽ കൺസെന്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും പ്രധാനമുള്ളതാണ്. അതായത് നിനക്ക് ഞാൻ ഇന്നത് ചെയ്ത് തരാം എന്ന് പറയുമ്പോൾ അത് ചെയ്ത് കൊടുക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് കൺസെന്റ് തന്നെയാണ്. അല്ലാതെ അവസരങ്ങൾ എന്ന് പറഞ്ഞ് മാത്രമൊന്നല്ല, എല്ലാ കാര്യങ്ങളിലും കൺസെന്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പം ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സംഭവം അവരുമായിട്ട് എഗ്രിമെന്റ് ചെയ്ത് വെച്ചിട്ട്, എന്നാൽ ഞാനും നിങ്ങളും നമ്മൾ പേഴ്സണലി വെച്ചിട്ട് നമ്മളെ ചതിക്കുന്നിടത്താണ് അതൊക്കെ പലപ്പോഴും പീഡനമായിട്ട് മാറുന്നതെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്ത് വാക്കാണ് കൊടുത്തത് അത് പൂർണ്ണമായിട്ടും ചെയ്യുക എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അവസരങ്ങൾക്ക് വേണ്ടി അത് ചെയ്തില്ലാത്ത പക്ഷം അതിന് ഭീഷണിപ്പെടുത്തി അത് ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ 2-3 എൻ്റെ സുഹൃത്തുക്കൾക്ക് അനുഭവിച്ച വിഷയങ്ങൾ വന്നതെന്ന് പറഞ്ഞത്. അത് വലിയ പ്രശ്നങ്ങളാണ്.